ഈ ഒരു വീഡിയോ നമ്മൾ പല ന്യൂസ് ചാനലിലും കണ്ടതായിരുന്നു. ശ്വാസം നിന്നു പോകുന്ന ഒരു കാഴ്ച തന്നെ. ഒരാൾ അയാളുടെ നായക്കുട്ടിയെ ട്രെയിനിനകത്തേക്ക്, അതായത് ഓടിത്തുടങ്ങുന്ന ട്രെയിനിനകത്തേക്ക് വലിച്ചു കയറ്റാൻ ശ്രമിക്കുന്നു. നായക്കുട്ടിക്ക് ചാടിക്കയറാൻ പറ്റാതെ പാവം അത് നേരെ പാളത്തിലേക്ക് പോയി വീഴുന്ന ഒരു കാഴ്ച മനസ്സിനെ വല്ലാതെ വിഷമിപ്പിച്ച ഒരു കാഴ്ച തന്നെയായിരുന്നു. ആ വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടു തീർക്കാനുള്ള ഒരു ധൈര്യം ഇല്ലാത്തതുകൊണ്ട് നേരെ കമൻറ്റ് സെക്ഷനിൽ പോയി നോക്കി. അതിൽ ഒന്ന് രണ്ട് കമൻസ് കണ്ടു, വളരെ പോസിറ്റീവായിട്ട് സന്തോഷം തരുന്ന കമൻസ്. അതായത് നായക്കുട്ടി സേഫാണ്, അവന് യാതൊരു കുഴപ്പവും പറ്റിയിട്ടില്ല എന്ന് വാർത്ത വന്നിട്ടുണ്ട് എന്നൊക്കെ. അത് സത്യമാണോ എന്നറിയാൻ വേണ്ടി സെർച്ച് ചെയ്ത് നോക്കി. അപ്പോൾ സംഭവം സത്യമാണ്, നായക്കുട്ടി സേഫാണ് എന്ന് റെയിൽവേ അധികൃതർ തന്നെ ന്യൂസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സംഭവം നടക്കുന്നത് മാർച്ച് 29 ഉത്തർപ്രദേശിലെ ഝാൻസി റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ടായിരുന്നു. രാജധാനി എക്സ്പ്രസ്സിൽ യാത്ര ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ നായയെ ഇടയ്ക്ക് വെച്ചിട്ട് സ്റ്റേഷൻ എത്തിയപ്പോൾ അതിനൊന്ന് പുറത്തേക്ക് ഇറക്കിയതായിരുന്നു. അപ്പോഴാണ് ട്രെയിൻ വിട്ടുപോകുന്നത്. അദ്ദേഹത്തിന് കയറേണ്ടി വന്ന ഒരു സാഹചര്യം അതായിരുന്നു. ആർക്കും എന്തോ അപകടം പറ്റിയെന്ന് മനസ്സിലാക്കിയ ആരോ അപായ ചങ്ങല പിടിച്ച് വലിക്കുകയും ട്രെയിൻ നിൽക്കുകയും ചെയ്തു. തുടർന്ന് യാത്രക്കാരും റെയിൽവേ സ്റ്റാഫും കൂടി അന്വേഷണം നടത്തിയപ്പോൾ പാളത്തിൽ തന്നെ പതുങ്ങിയിരിക്കുന്ന ആ ഒരു പാവം നായ്ക്കുട്ടീനെയാണ് അവർക്ക് കണ്ടുകിട്ടിയത്. വളരെ സന്തോഷം തോന്നിയ ഒരു വീഡിയോ ആണ് വിദിത് ശർമ്മ എന്ന മൃഗസ്നേഹി അദ്ദേഹത്തിൻ്റെ ട്വിറ്ററിൽ പങ്കുവച്ചിരിക്കുന്നത്. ആരോ എടുത്ത് അദ്ദേഹത്തിന് കൊടുത്ത ഒരു വീഡിയോ ആണ്, ഷെയർ ചെയ്ത് കൊടുത്ത ഒരു വീഡിയോ ആണിത്. അതായത് അപകടത്തിന് ശേഷം നായ്ക്കുട്ടി അതേ ട്രെയിനിൽ തന്നെ അതിൻ്റെ യജമാനോടൊപ്പം യാത്ര നടന്നു പോകുന്ന ഒരു വീഡിയോ ആണിത്. ഒരുപാട് സന്തോഷം തോന്നി. അതിന് ശരിക്കും അത് പേടിച്ചിട്ടുണ്ടാവും, അതിന് ഒരുപാട് വേദന എടുത്തിട്ടുണ്ടാവും. എന്താണേലും നല്ലൊരു വീഴ്ചയായിരിക്കുമല്ലോ വീണിട്ടുണ്ടാവുക. എന്നാലും അതിൻ്റെ ജീവൻ തിരിച്ച്, വേറെ ഒരു പരിക്കുകളും പറ്റാതെ ജീവൻ തിരിച്ചു കിട്ടിയതിൽ ഒരുപാട് ദൈവത്തിനോട് നന്ദി പറയുന്നു. ആരും ഇത്തരം അബദ്ധങ്ങളൊന്നും ചെയ്യാതിരിക്കുക. നമ്മുടെ മക്കളെ നോക്കുന്ന പോലെ തന്നെ നമ്മൾ വളർത്തുന്ന മൃഗങ്ങളെയും നോക്കാനും സ്നേഹിക്കാനും എല്ലാവരും ശ്രദ്ധിക്കുക.